രാജ്യാന്തര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി കുവൈറ്റിൽ പ്രവാസി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ യോഗ പരിപാടികൾ സജീവമാകുന്നു. ഇന്ത്യൻ ഡെന്റിസ്റ്റ് അലയൻസ് ഇൻ കുവൈറ്റ് ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ചാണ് യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. സെന്റർ ഫോർ ഇന്ത്യ സ്റ്റഡീസിന്റെ സാങ്കേതിക സഹകരണത്തോടെ സാൽമിയ കേരള ആയുർവേദിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വർക്ക്ഷോപ്പ് നയിച്ചത്. വരാനിരിക്കുന്ന രാജ്യാന്തര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം യോഗയുടെ വഴിയിലാണ്. ഇന്ത്യൻ ഡെന്റിസ്റ്റ് അലയൻസും ഇന്ത്യൻ എംബസിയും സംയുക്തമായാണ് എംബസി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഇന്ത്യൻ അംബാസിഡർ പരമിത ത്രിപതി ഭദ്രദീപം തെളിയിച്ച് വർക്ക്ഷോപ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിലെ പ്രധാന പരിപാടികളിലേക്ക് ഏവരെയും ക്ഷണിച്ച അംബാസിഡർ നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികളെക്കുറിച്ചും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. So we have 19th, 20th, 21st of June, our 3-day yoga festival. The flagship event will be held at Boulevard Salmiya. So we would like all of you to join on the 20th at Boulevard Stadium, and we would also request you to mobilize participation so that people from the community, people from your among your friends here in Kuwait, from other nationalities also join the yoga day on 20th, which is a Saturday. Other than the 20th, we will also have yoga programs, smaller ones, from 19th to 21st at different venues. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന സന്ദേശമാണ് മുൻപോട്ട് വയ്ക്കുന്നത്. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പ്രായമാവുക എന്നത് രോഗാതുരമായ ഒരവസ്ഥയല്ലെന്നും കൃത്യമായ യോഗാഭ്യാസനത്തിലൂടെ ഊർജ്ജസ്വലതയോടെയും ആരോഗ്യത്തോടെയും പ്രായത്തെ നേരിടാൻ സാധിക്കുമെന്നും സ്ഥാനപതി പരമിത ത്രിപതി ഓർമ്മിപ്പിച്ചു. All of us are aging, irrespective of whether one is 12 years old, 20 years old, or 80 years old. So, aging does not have to make us think that these are aching. But what we can do to have a healthy life, basically, how to grow old, not old, but grow old in a healthy manner. So I'm sure you will be learning more of that with the next few minutes that we are going to see the workshop. ഈ വർഷത്തെ യോഗാ ദിന സന്ദേശമായ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തെ മുൻനിർത്തിയായിരുന്നു ക്ലാസുകൾ. സെന്റർ ഫോർ ഇന്ത്യ സ്റ്റഡീസ് ജനറൽ സെക്രട്ടറി രൂപേഷ് യോഗ സെഷന് നേതൃത്വം നൽകി. നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക സമ്മർദ്ദങ്ങളെ യോഗയിലൂടെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. തുടർന്ന് കേരള ആയുർവേദിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇൻസ്ട്രക്ടർ അഞ്ജലി ജയൻ വിവിധ യോഗാസനങ്ങളുടെ യോഗാ പ്രകടനം കാഴ്ചവെച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ ജനതയ്ക്കായി ആയുർവേദത്തിന്റെയും യോഗയുടെയും സന്ദേശം എത്തിക്കുന്നതിൽ സാൽമിയയിൽ പ്രവർത്തിക്കുന്ന കേരള ആയുർവേദിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇന്ത്യൻ എംബസിയുടെയും ഐഡാക്കിന്റെയും സഹകരണത്തോടെ ഇത്രയും മനോഹരമായ ഒരു പരിപാടി വിജയകരമായി സംഘടിപ്പിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം കേരള ആയുർവേദിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ അനൂപ് എസ് ആനന്ദ് പങ്കുവച്ചു. കേവലം വ്യായാമമുറകൾ എന്നതിനപ്പുറം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സമന്വയിപ്പിക്കുന്ന ശാസ്ത്രമാണ് യോഗയെന്ന് അനൂപ് എസ് ആനന്ദ് പറഞ്ഞു. I am glad that Kerala Ayurvedic Health Institute could be a part of this workshop organized for Indian Dentist Alliance in Kuwait. Kerala Ayurvedic Health Institute has been pioneering in the field of Ayurveda in Kuwait. We have Ayurvedic therapies, we do treatments for different health conditions, and
we have yoga, Kalaripaitu, and different services related to health. We are glad that we could organize such a beautiful event in such a short duration of time, and Her Excellency Ambassador Mrs. Paramita Tripathi could join us and guide us to have a very good morning for today. കുവൈറ്റിൽ ആയുർവേദ ചികിത്സാ രംഗത്തും യോഗ, കളരിപ്പയറ്റ് തുടങ്ങിയ പരമ്പരാഗത ആരോഗ്യ പരിപാലന മേഖലകളിലും സജീവ സാന്നിധ്യമാണ് കേരള ആയുർവേദിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്. വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സകൾക്ക് പുറമെ പ്രവാസി സമൂഹത്തിന് മാനസികവും ശാരീരികവുമായ ഉന്മേഷം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ യോഗ വർക്ക്ഷോപ്പിൽ പങ്കാളികളായത്. ദന്ത ചികിത്സാ രംഗത്തെ തിരക്കുകളിൽ നിന്നും സ്ട്രെസ്സിൽ നിന്നും മാറി നിൽക്കാൻ ഈ യോഗ സെഷൻ ഏറെ സഹായിച്ചതായി പങ്കെടുത്ത ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു. പരമ്പരാഗത ഭാരതത്തിന്റെ ആരോഗ്യ പദ്ധതികളെ പ്രവാസ ലോകത്ത് സജീവമായി നിലനിർത്താൻ ഇത്തരം കൂട്ടായ്മകൾക്ക് സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് സംഘാടകർ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ സംഘടിപ്പിച്ച യോഗ വർക്ക്ഷോപ്പ് തങ്ങൾക്ക് വേറിട്ടൊരു അനുഭവമാണ് സമ്മാനിച്ചതെന്ന് ഇന്ത്യൻ ഡെന്റിസ്റ്റ് അലയൻസ് ഇൻ കുവൈറ്റ് പ്രതിനിധികൾ വ്യക്തമാക്കി. പതിവ് ദന്ത ചികിത്സാ തിരക്കുകളിൽ നിന്നും മാറി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകാൻ ഈ വർക്ക്ഷോപ്പ് സഹായിച്ചുവെന്നും വരും ദിവസങ്ങളിലും യോഗാഭ്യാസം ജീവിതത്തിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഐഡാക് ഭാരവാഹികൾ പറഞ്ഞു. It was a very close session, and we enjoyed it immensely because we thought it was very refreshing. It's a nice change from what we're normally used to doing. Yes, yoga is a very ancient Indian art, and you would presume that most of us are familiar with it, but unfortunately it takes a special occasion and a little bit of extra motivation to be able to start doing yoga. So we're very grateful for having had the opportunity to be a part of the International Day of Yoga, and we look forward to be able to carry on this practice into the future. So thank you very much for letting us be a part of this International Day of Yoga. ഇന്ത്യയുടെ പരമ്പരാഗത കലയായ യോഗയെക്കുറിച്ച് എല്ലാവർക്കും പൊതുവായ അറിവുണ്ടെങ്കിലും നിത്യജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ഇത്തരം കൂട്ടായ്മകളും പ്രത്യേക സാഹചര്യങ്ങളും വലിയ പ്രചോദനമാണ് നൽകുന്നത്. കേരള ആയുർവേദിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഇന്ത്യൻ എംബസിയുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അംഗങ്ങൾ പറഞ്ഞു. രാജ്യാന്തര യോഗാ ദിനത്തോടനുബന്ധിച്ച് 3 ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളാണ് കുവൈറ്റിൽ ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ അണിയറയിൽ ഒരുങ്ങുന്നത്. ഇതിന്റെ മുന്നോടിയായിട്ടാണ് ഐഡാക്കിന്റെ നേതൃത്വത്തിൽ കട്ടൺ റൈസർ പ്രോഗ്രാമും യോഗ വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചത്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ആയുഷ് വിഭാഗവുമായി ചേർന്ന് നടത്തുന്ന എല്ലാ യോഗ ആയുർവേദ പരിപാടികൾക്കും മുൻകൈ എടുക്കുന്നത് സെന്റർ ഫോർ ഇന്ത്യ സ്റ്റഡീസ് അഥവാ CIS ആണ്. CISന്റെയും ഇന്ത്യൻ എംബസി കുവൈറ്റിന്റെയും ഐഡാക്കിന്റെ നേതൃത്വത്തിൽ ജൂൺ 19, 20, 21 തീയതിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗയുമായിട്ട് ബന്ധപ്പെട്ട കട്ടൺ റൈസർ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടന്നത്. ഇതിൽ ഈ കുവൈറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള അനവധി ഡെന്റിസ്റ്റുമാർ പങ്കെടുക്കുകയും അവർക്ക് CISന്റെ ഇൻസ്ട്രക്ടറായിട്ടുള്ള ഡോക്ടർ റൂപേഷിന്റെ നേതൃത്വത്തിൽ യോഗ ക്ലാസ്സുകളും യോഗാസനങ്ങളും പറഞ്ഞു കൊടുക്കുകയുണ്ടായി. നമ്മൾ റെഗുലറായിട്ട് തന്നെ ഇന്ത്യൻ എംബസിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് യോഗ ആക്ടിവിറ്റീസും ആയുഷിന്റെ എല്ലാ പരിപാടികളും നമ്മൾ CIS ആണ് ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നത്. കേവലം ഒരു ദിവസത്തെ ആചരണത്തിനപ്പുറം പ്രവാസ ലോകത്തെ സമ്മർദ്ദങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ യോഗയെ എങ്ങനെ ഒരു നിത്യജീവിത ശൈലിയാക്കി മാറ്റാം എന്നാണ് ഈ വർക്ക്ഷോപ്പിലൂടെ സംഘാടകർ കാണിച്ചു തന്നത്. വരാനിരിക്കുന്ന രാജ്യാന്തര യോഗാ ദിനത്തിന്റെ മുന്നോടിയായി കുവൈറ്റിൽ ഒരുങ്ങുന്ന വിപുലമായ യോഗാ ഫെസ്റ്റിവലുകൾക്ക് ഈ കൂട്ടായ്മ മികച്ചൊരു തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്.